Hi everyone, this is Ramya from TEMLA, Kolancheri. In this video, I'm going to explain why compound and complex sentences are important in writing. സാധാരണ സ്റ്റുഡൻസിന് ഒരു ചിന്തയുണ്ട്, ലൈക്ക് ഒരു വലിയ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു കോംപ്ലക്സ് സെൻറ്റൻസായി മാറും എന്നുള്ളത്. പക്ഷേ ഇൻഫാക്റ്റ് അത് റോങ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൺസ്ട്രക്ഷൻസിന് സർട്ടൻ റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തൊരു പ്രിൻസിപ്പൽ ക്ലോസും അതിനോടനുബന്ധിച്ചൊരു സബോർഡിനേറ്റ് ക്ലോസും ആയിരിക്കും ഉണ്ടാകുന്നത്. പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ക്ലോസ് ആയിരിക്കും. എന്നാൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പൽ ക്ലോസിൻ്റെ കൂടെ മാത്രമേ അതിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്കൊരു കോംപ്ലക്സ് സെൻറ്റൻസ് കിട്ടുന്നത്. ഐ വിൽ ജസ്റ്റ് റീഡ് എ സെൻറ്റൻസ് വിച്ച് ഇസ് റിട്ടൺ ബൈ എ സ്റ്റുഡൻറ്റ് ഇൻ ഹർ റെഫറൽ ലെറ്റർ. അത് കോംപ്ലക്സ് സെൻറ്റൻസ്. അപ്പോൾ ഞാനിത് എന്ത് സെൻറ്റൻസ് ആണെന്ന് ചോദിച്ചപ്പോൾ വാട്ട് ഷീ സേസ് വാസ് ലൈക്ക് ഇറ്റ് ഇസ് എ കോംപ്ലക്സ് സെൻറ്റൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വലിയ സെൻറ്റൻസ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു തോട്ടുണ്ട്, ഓക്കെ വലിയ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് സെൻറ്റൻസ് ആണെന്ന്. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ റോങ് ഐഡിയ. ഓക്കെ, സെൻറ്റൻസ് ഇങ്ങനെ വരും: അണ്ടർ മെഡിക്കൽ കെയർ. കുറച്ച് കേസ് നോട്ട്സിനെ ഏകദേശം ഒരു പാരഗ്രാഫിൻ്റെ മുക്കാലും ഈ ഒരൊറ്റ സെൻറ്റൻസിൽ കംപ്ലീറ്റ് ആയി. ഇതിനകത്ത് വരുന്ന ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്തു മെഡിക്കൽ കെയർ കൊടുത്തപ്പോൾ, അത് ഒരു ഐഡിയ. രണ്ടാമത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ അവരുടെ സർജിക്കൽ വൂണ്ട് ഇപ്പോൾ ഹീൽ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെയിൻ ഇപ്പോൾ ടോളറബിൾ ആണ്. നാലാമത്തെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഇപ്പോൾ പയ്യെ നടക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അവർക്ക് എന്ത് വേണം, ഒരു കെയിനിൻ്റെ അസിസ്റ്റൻസ് കൂടി ഉണ്ടെങ്കിലാണ് മൊബിലിറ്റി സ്ട്രൈറ്റ് ആവത്തുള്ളൂ. ഇത്രയും 4 ഐഡിയാസിനെ ആൻഡ് വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയപ്പോഴാണ് ആ കുട്ടി ചെയ്തത്. ഞാനത് സെൻറ്റൻസ് വായിക്കാം. അണ്ടർ മെഡിക്കൽ കെയർ ദ പേഷ്യൻസ് കണ്ടീഷൻ ഹാസ് ഗ്രാജുവലി ഇംപ്രൂവ്ഡ് ആസ് ഹർ സർജിക്കൽ വൂണ്ട് ഹാസ് ബീൻ ഹീലിംഗ് വെൽ ബൈ ഡ്രസ്സിങ്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ലൈൻ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ആൻഡ്, വീണ്ടും ഒരു ആൻഡ് പറഞ്ഞേക്കുവാണ്. ആൻഡ് ഹെർ പെയിൻ ഓവർ ദ ഇൻസിഷൻ സൈഡ് ഇസ് നൗ ടോളറബിൾ. വീണ്ടും ആൻഡ് പറയുവാണ്. ആൻഡ് ഹെർ മൊബിലിറ്റി ഹാസ് ഓൾസോ ഇംപ്രൂവ്ഡ് ആസ് ഷീ കുഡ് മൂവ് വിത്ത് ദ കെയിൻ. അപ്പോൾ ഈ 4 ഐഡിയാസിനെ കൂടി എന്താ പറയുക, ഈ ആൻഡ് എന്ന് പറയുന്ന കൺജഷൻ വെച്ചുകൊണ്ട് വീണ്ടും 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 ഒന്ന് റിപ്പീറ്റായിട്ട് എഴുതിയേക്കുവാണ്. അങ്ങനെ വരുമ്പോൾ അത് ഒരിക്കലും ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് അല്ല, പക്ഷേ ഒരു കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസ് ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസ് അല്ല, കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇതേ സെൻറ്റൻസിനെ നമുക്ക്, അല്ലെങ്കിൽ ഈ കേസ് നോട്ടിനെ, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഐഡിയനെ നമുക്കൊരു 2 അല്ലെങ്കിൽ 3 സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. Under medical care, the patient's condition has gradually improved as her surgical wound has been healing well by dressing. ആ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് കംപ്ലീറ്റ്ലി കറക്റ്റ് ആണ്. അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇനി അടുത്തത് നമുക്കൊരു സിമ്പിൾ സെൻറ്റൻസ് പറയാം. Her pain over incision site is now ടോളറബിൾ. അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. പെയിൻ ഓവർ ഇൻസിഷൻ സൈറ്റ് ടോളറബിൾ ആണ്. ഇനി അടുത്ത ഐഡിയ എന്താ, പുള്ളിക്കാരിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഒരു കെയിനിൻ്റെ ആവശ്യമുണ്ട്, കുറച്ചുകൂടെ അധികം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതല്ലേ? അപ്പോൾ അതെങ്ങനെ പറയാം? ഹെർ മൊബിലിറ്റി ഹാസ് ഓൾസോ ഇംപ്രൂവ്ഡ് ആസ് ഷീ കുഡ് മൂവ് വിത്ത് ദ കെയിൻ. ഓക്കെ, മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്തു, അങ്ങനെ അവർക്ക് കെയിൻ വെച്ച് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ, ആ വലുതായിട്ട് എഴുതിയ സെൻറ്റൻസിനെ നമ്മൾ 3 സെൻറ്റൻസ് ആക്കി കഴിഞ്ഞപ്പോൾ വായിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ക്ലിയർ ആയ ഐഡിയ അല്ലേ? ആദ്യം വായിക്കുമ്പോൾ നമുക്കാണെങ്കിൽ എന്താ പറയുക, അയ്യോ ഇത് എന്തോ റിപ്പറ്റേഷൻ വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഐഡിയ ക്ലിയർ അല്ലല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവും. അപ്പോൾ വാട്ട് ഐ നീഡ് ടു ടെൽ യു വാസ് ദാറ്റ് ഇഫ് യു വോണ്ട് ടു റൈറ്റ് എ കോംപ്ലക്സ് സെൻറ്റൻസ്, ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് ഒരിക്കലും ഒരുപാട് വലിയ സെൻറ്റൻസ്, നീളമുള്ള സെൻറ്റൻസ്, ഒരു 4-5 ലൈൻ വരുന്ന സെൻറ്റൻസ് എഴുതുക എന്നുള്ളതല്ല. ഒരു 2 ലൈനേ സാധാരണ നമുക്ക് എഴുതേണ്ട ആവശ്യം വരുന്നുള്ളൂ. മേ ബി മാക്സിമം 3 ലൈൻ ഒന്ന് പോകാണ്ടിരിക്കണയാണെന്നല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ വേണ്ടത്? ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും വേണം, അതിൻ്റെ കൂടെ ഒരു സബോർഡിനേറ്റ് ക്ലോസും വേണം. അത് രണ്ടും കൂടി എഴുതുമ്പോഴാണ് നമുക്കൊരു കോംപ്ലക്സ് സെൻറ്റൻസ് കിട്ടുന്നത്. ഇതിൽ ആദ്യത്തെ, ഇപ്പം ഞാൻ ആ പറഞ്ഞ 3 സെൻറ്റൻസിൽ ആദ്യത്തെയും മൂന്നാമത്തെയും സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസും രണ്ടാമത്തേത് സിമ്പിൾ സെൻറ്റൻസുമാണ്. കുറച്ചുകൂടെ എക്സാമ്പിൾസ് പറയാം. കോംപ്ലക്സ് സെൻറ്റൻസ് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്.
please give the patient painkillers if he complains of pain. അവിടെ if എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്തത്, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും ഒരു സബോർഡിനേറ്റ് ക്ലോസിനെയും കൂട്ടി യോജിപ്പിച്ചു. ഇതിനകത്ത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് പ്ലീസ് ഗീവ് ദ പേഷ്യൻറ്റ് പെയിൻ കില്ലർ, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യും. എന്നാൽ അതിൻ്റെ ബാക്കി വന്നേക്കുന്ന ഇഫ് ഹി കംപ്ലെയിൻസ് പെയിൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണോ? അത് ഇൻഡിപെൻഡൻ്റ് അല്ല അല്ലേ? ഇഫ് ഹി കംപ്ലെയിൻസ് പെയിൻ എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല, അതിനകത്ത് എന്തോ മിസ്സിംഗ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? അന്നേരം ഈ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഇവിടെ കൂടി വന്നു കഴിഞ്ഞപ്പോഴോ ആ സെൻറ്റൻസ് മീനിങ് ഫുൾ ആയല്ലേ? പെയിനിന് പ്ലീസ് ഗീവ് പേഷ്യൻറ്റ് പെയിൻ കില്ലർ ഇഫ് ഹി കംപ്ലെയിൻസ് ഓഫ് പെയിൻ. ഓക്കെ, അപ്പോൾ ആ ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോംപ്ലക്സ് സെൻറ്റൻസ് കിട്ടുന്നത്. വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. ഐ എം റെഫറിങ് ടു യു മിസസ് ഗ്രേസ് who needs further care and assistance. ഇവിടെ ഐ എം റെഫറിങ് ടു യു മിസ് ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്? ഐ എം റെഫറിങ് മിസ് ഗ്രേസിന് ഞാൻ റെഫർ ചെയ്യുവാണ് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണോ സബോർഡിനേറ്റ് ക്ലോസ് ആണോ? രണ്ടാമത്തെ സെൻറ്റൻസ് ഹൂ നീഡ്സ് ഫർദർ കെയർ ആൻഡ് അസിസ്റ്റൻസ്, ഇതിൽ ഏതാ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലോസ് ഏതാണ്? ഐ എം റെഫറിങ് മിസ് ഗ്രേസ് ആണല്ലേ. അതിൻ്റെ കൂടെ സബോർഡിനേറ്റ് ക്ലോസ് ആയ ഹൂ നീഡ്സ് ഫർദർ കെയർ ആൻഡ് അസിസ്റ്റൻസ് എന്നുള്ളതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അത് എന്തായി? ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയി മാറി. ഒരെണ്ണോടെ എക്സാമ്പിൾ പറയാം. ഓൾദോ മിസ്റ്റർ റോബർട്ട്സൺ ഇസ് കംപ്ലീറ്റ്ലി ക്യൂർഡ്, he can resume his duties only after 4 weeks as he is still very weak. ഇതിലെ ഫസ്റ്റ് സെൻറ്റൻസ് ആണോ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ആണോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്? ഓൾദോ മിസ്റ്റർ റോബിൻസൺ ഈസ് കംപ്ലീറ്റ്ലി ക്യൂർഡ്, ഇവിടെ നമ്മൾ കണക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. ഓൾദോ മിസ്റ്റർ റോബർട്ട്സൺ ഈസ് കംപ്ലീറ്റ്ലി ക്യൂർഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണോ? അതെയോ? അടുത്ത സെൻറ്റൻസ്, അടുത്ത പാർട്ട് ഓഫ് ദ സെൻറ്റൻസിൽ ഹി ക്യാൻ റെസ്യൂം ഹിസ് ഡ്യൂട്ടീസ് ഓൺലി ആഫ്റ്റർ 4 weeks ആസ് ഹി ഈസ് സ്റ്റിൽ വെരി വീക്ക്. ഓക്കെ, ആ ആൾക്ക് ഡ്യൂട്ടീസ് റെസ്യൂം ചെയ്യാൻ പറ്റുന്നത് 4 ആഴ്ചയ്ക്ക് ശേഷം. കാരണം എന്താണ്? ഹി ഈസ് സ്റ്റിൽ വീക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ സബോർഡിനേറ്റ് ക്ലോസിനെ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു കോംപ്ലക്സ് സെൻറ്റൻസിനെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? കോമ്പൗണ്ട് സെൻറ്റൻസ്. എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് കമ്പാരിറ്റീവ്ലി വെരി ഈസി ടു റൈറ്റ്. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 2 സിമ്പിൾ സെൻറ്റൻസിനെ നമ്മളൊരു കോർഡിനേഷൻ കൺജഷൻ വെച്ചിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 സിമ്പിൾ സെൻറ്റൻസിനെ ഒരു കോർഡിനേഷൻ കൺജഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫാൻ ബോയ്സ് എന്ന് കേട്ടിട്ടില്ലേ? ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഫോർ ഫാൻ, എ ഫോർ റാറ്റ്, എൻ ഫോർ നോ, ബി ഫോർ ബട്ട്, O for O, Y for yet and S for so. അങ്ങനെയുള്ള ഫാൻ ബോയ്സ് വെച്ച് എന്തെങ്കിലും ഫാൻ ബോയ്സിനെ വെച്ചുകൊണ്ട് 2 സിമ്പിൾ സെൻറ്റൻസിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് റിയലി വെരി ഈസി ടു കൺസ്ട്രക്ട് ഓൾസോ. എക്സാമ്പിൾസ് പറഞ്ഞു തരാം. The patient was treated with the paracetamol and she responded well to the treatment. അവിടെ and എന്ന് പറയുന്ന കോർഡിനേഷൻ കൺജഷൻ വെച്ചിട്ട് നമ്മൾ 2 സിമ്പിൾ സെൻറ്റൻസിനെ കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. വേറെ ഒരു സെൻറ്റൻസ് പറയാം. The child should not be allowed to attend school for he is still weak, അല്ലെങ്കിൽ but he is still weak. ഓക്കെ, അപ്പോൾ ആ 2 സിമ്പിൾ സെൻറ്റൻസിനെ നമ്മൾ കണക്ട് ചെയ്തത് ഏത് കോർഡിനേഷൻ കണ്ടീഷൻ വെച്ചിട്ടാണ്? 4 വെച്ചിട്ടല്ലേ. ഒരു എക്സാമ്പിളും കൂടി പറയാം. ദ wound is really serious, yet there is no need for alarm. ഓക്കെ, അപ്പോൾ ഇതും 2 സിമ്പിൾ സെൻറ്റൻസിനെ നമ്മൾ കോർഡിനേഷൻ കൺജഷൻ യെറ്റ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും വാട്ട് യു അണ്ടർസ്റ്റാൻഡ്, എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യാൻ ഇറ്റ് ഈസ് അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു കൺസ്ട്രക്ട്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ റൂൾ. എങ്ങനെയാണ് നമുക്ക് ഒരു കോമ്പൗണ്ട് സെൻറ്റൻസും ഒരു കോംപ്ലക്സ് സെൻറ്റൻസും കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഐ എം ഷുവർ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. Thank you.